ഒറ്റപ്പാലത്തെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി പി.കെ. ശശി നാമനിർദ്ദേശ പത്രികയിൽ നൽകിയ പേരിലും വയസ്സിലും കൃത്രിമം കാട്ടിയെന്ന് എൽ.ഡി.എഫ് ആരോപണം. ശശി പഠിച്ച സ്കൂളിലെ സർട്ടിഫിക്കറ്റിലുള്ള പേര് ശശിധരൻ പി.കെ. എന്നാണ്. അതേസമയം പാസ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ പേര് ശശി എന്ന് മാത്രമാണ്. പേര് മാറ്റണമെങ്കിൽ നിയമപ്രകാരം ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്തതായി വിവരമില്ലെന്നാണ് ആരോപണം. വിഷയത്തിൽ എൽ.ഡി.എഫ് പോലീസിനോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും പരാതി നൽകും. ഇപ്പോൾ പി.കെ. ശശിക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എൽ.ഡി.എഫ്. അഭിമാനഭാചകമായിട്ടുള്ള കള്ളരേഖ ചമച്ചിട്ടാണ് നടക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കൃത്രിമ രേഖയാണ് ഹാജരാക്കിയിട്ടുള്ളത്. നിലവിലുള്ള അധ്യക്ഷൻ ഉൾപ്പെടെ ഇന്ന് പാസ്സാക്കിയ നിയമസഭയിൽ ഇന്ത്യ ഗവൺമെൻറ് പീപ്പിൾസ് ആക്ട്, പാസ്പോർട്ട് ആക്ട് ഒക്കെ പ്രകാരം സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ഒരു അധികാരവും അവകാശവും ഇല്ലാത്ത വ്യക്തിയാണ് പി.കെ. ശശി എന്നുള്ളത്. എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെയും ഇവിടുത്തെ യു.ഡി.എഫ് നേതൃത്വത്തിൻ്റെയും അഭിപ്രായം ഇതിനെ സംബന്ധിച്ചറിയാം. സാജിദ് അജ്മലുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന്. സാജിദ്, കഴിഞ്ഞ ദിവസം ശശി വഞ്ചകനാണെന്നുള്ളൊരു വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എൽ.ഡി.എഫ് ശശി വ്യാജരേഖ നൽകിയെന്നുള്ള ഒരു ആരോപണവുമായി മുന്നോട്ട് വരികയാണ്. എന്താണ് ഈ ആരോപണത്തിന്റെ സത്യാവസ്ഥ? ഭാരതി, CPM-ന്റെ എല്ലാ സംവിധാനങ്ങളും CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പി.കെ. ശശിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. ഇപ്പോൾ LDF ഒരു ആരോപണം ഉന്നയിക്കുന്നത് പി.കെ. ശശിയുടെ വയസ്സിലും അതോടൊപ്പം തന്നെ പേരിലും ഈ പല രേഖകളിൽ പലതാണ്. അതിൽ അദ്ദേഹത്തിന്റെ സ്കൂൾ രേഖകൾ പ്രകാരം ശശിധരൻ പി.കെ. എന്ന് ഉള്ളതാണ്. എന്നാൽ അത് പിന്നീട് പി.കെ. ശശി എന്ന് ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്ത് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പാസ്പോർട്ടിൽ ഇനിഷ്യൽ ഇല്ലാതെ വെറും ശശി എന്ന് മാത്രമാണ് പേര് ഉള്ളത്. ഇതെല്ലാം വ്യാജരേഖ ചമയ്ക്കലാണ് എന്നുള്ളതാണ് LDF പറയുന്നത്. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകും എന്നുള്ളതാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ള ആളുകൾ അറിയിക്കുന്നത്. എന്നാൽ പി.കെ. ശശി പറയുന്നത് ഈ തന്റെ SSLC ബുക്ക് ഉൾപ്പെടെയുള്ള ആധികാരിക രേഖയിൽ പി.കെ. ശശി എന്ന് തന്നെയാണ് പേര്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് താൻ ഷൊർണൂരിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴും കൊടുത്തിരുന്നത്. അതിൽ നിന്ന് വിഭിന്നമായ ഒരു വിവരങ്ങളും ഇവിടെ നൽകിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അന്നത്തെ തന്റെ സ്ഥാനാർത്ഥിത്വം തെറ്റായിരുന്നു എന്നുള്ളതാണോ പറയുക എന്നും അദ്ദേഹം ചോദിക്കുന്നു. എന്തായാലും ഇത് ഒരു നിയമ നടപടികളിലേക്ക് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതെ, സാജിദ് പറഞ്ഞ പോലെ ശശി മുൻപും ഇതേ പേരിൽ തന്നെ മത്സരിച്ച ഒരാളാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ ഒരു ആരോപണത്തിന്റെ കാരണം എന്താണ്? അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞാൽ എന്തായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവാൻ സാധ്യത? ഇക്കാര്യങ്ങൾ ഈ സൂക്ഷ്മ പരിശോധനയുടെ സമയത്ത് ഈ LDF-ന്റെ നേതാക്കൾ ഉന്നയിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഉന്നയിക്കുന്നത്. ഇനി അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ പിന്നീട് അതിന്റെ നിയമ നടപടികൾ പക്ഷേ ഈ സ്വത്ത് വിവരങ്ങൾ മറച്ചു വെക്കുകയോ അത്ര ഗുരുതരമായ കാര്യങ്ങളല്ല. അതിന്റെ പേരിലുള്ള ചില പ്രശ്നങ്ങളാണ് പറയുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ കണ്ടെത്തും എന്നത് അറിയേണ്ടതാണ്. മറ്റൊന്ന്, ഈ പി.കെ. ശശിയെ തോൽപ്പിക്കുക എന്നുള്ളത് CPM-ന്റെ അഭിമാന പ്രശ്നമാണ്. അതിൽ സംശയമില്ല. കാരണം ഒറ്റപ്പാലം പോലെയുള്ള CPM-ന്റെ ഒരു ശക്തി കേന്ദ്രത്തിൽ അവരിൽ നിന്ന് പോയ ഒരു ആൾ, വിമതനായ ഒരാൾ വിജയിക്കുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് CPM-ന്റെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും ശക്തമായി തന്നെ പി.കെ. ശശിക്കെതിരെ പ്രചരണ രംഗത്തുണ്ട്. പി.കെ. ശശിയുടെ ഒപ്പമുള്ളവരും വളരെ വാശിയോടുകൂടി വിജയിക്കാനായുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ശരി, സാജിദ് അജ്മലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.